അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു തനി നാടൻ ബീഫ് കറീൻ്റെ റെസിപ്പിയാണ്. അതും ഏറ്റവും എളുപ്പത്തിൽ. അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു 700 ഗ്രാം ബീഫ് വെച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ ഒരു 300 ഗ്രാം ഷാലറ്റ്സ് എടുത്തിട്ടുണ്ട്, ഒരു 10 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജിഞ്ചർ, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഈ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കി എടുത്തു വെച്ച സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ചേർത്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻസായിട്ട് രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങൾ മെല്ലനെ ഇളക്കി അടിയിൽ കരിഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് ഇളക്കി നല്ല സോഫ്റ്റായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അരച്ചെടുക്കും. അതിന് മുന്നേ നമ്മൾ സോഫ്റ്റ് ആയതിനു ശേഷം ഈ പൊടികളൊക്കെ ഇതിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കണം. അത് ഞാൻ എന്തൊക്കെയാണെന്ന് ഇത് അവിടെ ഇപ്പം എഴുതി കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചേർക്കേണ്ട പൊടികൾ. ഇതൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായിട്ട് കൊടുക്കുക. അപ്പോൾ ആ അളവിൽ ചേർത്താൽ മതി. ഒരു 700 ഗ്രാം 800 ഗ്രാം ബീഫൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് മതിയായിരിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് നമ്മൾ വഴറ്റിയെടുക്കണം. നന്നായിട്ട് അതിൻ്റെ ഈ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഏകദേശം ഒരു 2-3 മിനിറ്റ് നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. പിന്നെ കുറച്ച് ഓയിലിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഓയിൽ അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളി ഇടുക. തക്കാളി ഇട്ട് അതെല്ലാം നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ആക്കിയെടുക്കണം. ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കത് അടച്ച് വെച്ച് ഇതാക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ ഞാൻ ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്ത്. ഒരു കുക്കറിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഒരു 30 സെക്കൻഡ് വാട്ടുക. അപ്പോൾ നമ്മൾ ബീഫാണത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടതിന് ശേഷം അരച്ച് വെച്ച മസാല നമ്മളിട്ട് ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ബീഫ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊക്കെ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. മിക്സിങ്ങിലാണ് കാര്യം. അപ്പോൾ അതിനുശേഷം ആ മിക്സിയിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഈ കുക്കറിലേക്ക് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 10-11 വിസിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തെ ബീഫ് പോലെ ഇരിക്കും, കുക്കറിൻ്റെ അളവ് അനുസരിച്ചിട്ടിരിക്കും ഈ ഒരു ബീഫിൻ്റെ വേവ്. അപ്പോൾ അടിപൊളി ബീഫ് കറി റെഡിയാണ്. ഇത് പ്രിപ്പയർ ചെയ്ത് കമൻറ്റ് ഡൗൺ ബിലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്.